തിരികെ വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയെല്ലാം അനന്തുവിൻ്റെ ചിന്തയിൽ വേദ മാത്രമായിരുന്നു. അവളുടെ അവസ്ഥയും സാഹചര്യങ്ങളും എല്ലാം കൂടി ഓർത്തെടുത്തപ്പോൾ അവൻ്റെ മനസ്സാകെ അസ്വസ്ഥമാകാൻ തുടങ്ങി. ഒരിക്കൽ ജീവിതം അവസാനിപ്പിക്കാൻ ഒരുങ്ങിയപ്പോൾ അവളെ തടഞ്ഞു നിർത്തിയത് താനായിരുന്നു. ഒരു പെൺകുട്ടിയുടെ മനസ്സിനെ ഇത്രയേറെ തളർത്താൻ മാത്രം എന്ത് പ്രശ്നമായിരിക്കും അവളെ അലട്ടുന്നതെന്ന് താൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ അവസ്ഥ നേരിൽ കണ്ടപ്പോഴാണ് തനിക്കെല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞത്. താനും അച്ചുവേട്ടനും അമ്മുവൊക്കെ അനുഭവിക്കുന്ന സന്തോഷവും സൗകര്യങ്ങളുമൊക്കെ എത്രത്തോളമാണെന്ന് അറിഞ്ഞതും അന്നേരമായിരുന്നു. എല്ലാവരും കൂടെയുള്ള ഒരു ലൈഫ്, പരസ്പരം സന്തോഷവും സങ്കടവും ഒക്കെ പങ്കിടുമ്പോൾ കിട്ടുന്ന സമാധാനം, ഇതെല്ലാം തനിക്ക് ചുറ്റിലുമുണ്ട്. എന്നാൽ സ്വന്തം വേദനകൾ ഒന്ന് പറഞ്ഞു കരയാൻ പോലും ആവാത്ത ഒരുപാട് പേര് നമുക്കിടയിലും ഉണ്ടെന്നറിഞ്ഞപ്പോൾ എന്തോ മനസ്സിന് വല്ലാത്തൊരു നീറ്റൽ അനുഭവപ്പെടുന്നത് പോലെ. താൻ ഇതിനു മുമ്പ് പലരെയും സഹായിച്ചിട്ടുണ്ട്, പലരുടെയും പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുമുണ്ട്. എന്നാൽ അപ്പോഴൊന്നും തൻ്റെ മനസ്സിനെ ഇത്രയേറെ അസ്വസ്ഥമായ സാഹചര്യങ്ങൾ ഇതിനു മുമ്പ് ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. ഇത്രയേറെ അടുപ്പം അറിയാതെ പോലും ആരോടും തോന്നിയിട്ടുമില്ല. വേദ വെറും 2 ദിവസത്തെ പരിചയം മാത്രമേ അവളുമായിട്ടുള്ളൂ. എന്നാൽ അവളെ അവിടെ കൊണ്ടുവിട്ടതു മുതൽ തൻ്റെ മനസ്സാകെ അസ്വസ്ഥമാണ്. വലിയൊരു ആപത്തിൽ നിന്നും രക്ഷിച്ചു കൊണ്ടുവന്നിട്ടും താൻ വീണ്ടും അവളെ മറ്റൊരു നരകത്തിലേക്കാണല്ലോ തള്ളിവിട്ടതെന്ന തോന്നൽ അവനെ വല്ലാതെ കുത്തി നോവിപ്പിച്ചുകൊണ്ടേയിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ടെറസിലെ ഓപ്പൺ സ്പേസിൽ ഇരുന്നു കൊണ്ട് അനന്തു ടെക്സ്റ്റൈൽസിലെ കണക്കുകൾ ഓരോന്നും ചെക്ക് ചെയ്യുന്നതിനിടയിലാണ് പെട്ടെന്ന് അവൻ്റെ പിറകിലൂടെ വന്ന് ആരോ ആ കണ്ണുകൾ പൊത്തിപ്പിടിച്ചത്. കൈ തൊട്ടപ്പോൾ തന്നെ അത് ഭദ്രയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. "വീട് ഭദ്രേ, ചുമ്മാ കളിക്കാൻ നിൽക്കാതെ." അവനത് പറഞ്ഞതും അവൾ കണ്ണിലെ പിടുത്തം മാറ്റി അവൻ്റെ മുന്നിലേക്ക് ചെന്നിരുന്നു. ഒന്ന് പുഞ്ചിരിച്ചു. "ഇപ്പോഴും അനന്തുവേട്ടൻ്റെ തിരക്ക് മാറിയില്ലേ? അതോ ഞാനന്ന് അങ്ങനെയൊക്കെ പെരുമാറിയതിൽ എന്നോടുള്ള പിണക്കം അനന്തുവേട്ടൻ ഇതുവരെ തീർന്നിട്ടില്ലേ?" "പിണക്കോ? ആർക്ക്? എനിക്കാരോടും പിണക്കോ പരിഭവമൊന്നുമില്ല. പിന്നെ തെറ്റ് കണ്ടാൽ അതാരാണെങ്കിലും ഈ അനന്ത് പെട്ടെന്ന് തന്നെ പ്രതികരിക്കും. അതെൻ്റെ രക്തത്തിലുള്ളതാണ്. ഇതൊക്കെ നിനക്കും അറിയാവുന്നതല്ലേ ഭദ്രേ?" "ഓ, നല്ലോണം അറിയാം. പക്ഷേ യാതൊരു ബന്ധവുമില്ലാത്ത ഒരുത്തിക്ക് വേണ്ടി അനന്തുവേട്ടൻ എന്നെ തല്ലിയതിൽ മാത്രമേ എനിക്ക് സങ്കടം ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഇതുവരെയൊന്നും നുള്ളി നോവിപ്പിച്ചിട്ട് പോലില്ല." "ഹാ, അതിൻ്റെ കുഴപ്പം നിനക്ക് നല്ലോണം ഉണ്ട് ഭദ്രേ. ഒന്നേ ഉള്ളുവെങ്കിലും ഒലക്കൊക്കെ ഇട്ട് അടിച്ചു വളർത്തണമെന്നല്ലേ പണ്ടുള്ളവർ പറയാറ്. അപ്പോൾ എന്നെ തല്ലി വളർത്താത്തതിൻ്റെ കുഴപ്പം എനിക്കുണ്ടെന്നാണോ ആനന്ദവേട്ടൻ പറയുന്നത്?" "ആ, അങ്ങനെ നിനക്ക് തോന്നിയെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ല. അല്ലെങ്കിലും ആനന്ദവേട്ടൻ ഇപ്പോൾ ആ പഴയ ആളൊന്നുമല്ല. സ്വഭാവത്തിലൊക്കെ ഒത്തിരി മാറ്റം വന്നിരിക്കുന്നു. എപ്പോഴും എന്നോട് തർക്കിക്കാനും വഴക്കൂടാനും മാത്രമേ ആനന്ദവേട്ടൻ ഇപ്പോൾ ശ്രമിക്കുന്നുള്ളൂ. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മുടെ വിവാഹമാണെന്ന ചിന്ത പോലും അനന്തുവേട്ടനില്ല. അതുണ്ടായിരുന്നെങ്കിൽ എന്നോടൊരിക്കലും ഇങ്ങനെയൊന്നും പെരുമാറുമായിരുന്നില്ല. വിവാഹം കഴിക്കാൻ പോകുന്നവർ തമ്മിൽ എന്തെല്ലാം കാര്യങ്ങൾ സംസാരിക്കും, പരസ്പരം അവർക്ക് തമ്മിൽ എന്തൊക്കെ സ്വപ്നങ്ങളായിരിക്കും കൈമാറാനുണ്ടാവുക. എന്നാൽ ഇതൊന്നും അനന്തുവേട്ടനില്ല." മുഖം വീർപ്പിച്ചുകൊണ്ടവൾ ഇരു കൈകളും മാറിലേക്ക് പിണഞ്ഞെട്ടി അവനിൽ നിന്നും മുഖം തിരിഞ്ഞിരുന്നു. അത് കണ്ട ഉടനെ കയ്യിലെ പുസ്തകം മാറ്റിവെച്ചവൻ അവിടെ നിന്നും വേഗം എഴുന്നേറ്റ് നിന്നു. "ശരിക്കും നിന്റെ പ്രശ്നം എന്താ? ഞാൻ നിന്നോട് റൊമാൻറ്റിക്കായിട്ട് പെരുമാറില്ലെന്നുള്ളതാണോ? അതോ നമ്മുടെ വിവാഹക്കാര്യം ഞാൻ ഓർക്കുന്നില്ലെന്നുള്ളതാണോ നിന്റെ പ്രശ്നം? നിന്നെ ഞാനും എന്നെ നീയും കാണാൻ തുടങ്ങിയിട്ട് കാലം കുറച്ച് കായില്ലേ ഭദ്രേ. ആ നിനക്ക് എന്നെ ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നുള്ളതല്ലേ സത്യം? എൻ്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് നീ ഇതുവരെയൊന്നും മനസ്സിലാക്കാൻ പോലും ശ്രമിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ഇഷ്ടങ്ങളെ മനഃപൂർവ്വം നിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നവനൊന്നുമല്ല. എങ്കിലും ഈ പരാതി പറിച്ചില്ലെങ്കിലും നിനക്കൊന്ന് അവസാനിപ്പിച്ചുകൂടെ? അപ്പോൾ എന്നെ സ്നേഹിക്കണമെന്ന് പറയുന്നത് അനന്തുവേട്ടന് പരാതിയായിട്ടാണോ തോന്നുന്നത്? അതെങ്ങനെ പരാതിയാവുക? അനന്തുവേട്ടൻ എപ്പോഴും എൻ്റേതാകണമെന്ന് മാത്രമേ ഞാൻ ആശിച്ചിട്ടുള്ളൂ. അനന്തുവേട്ടൻ്റെ താല്പര്യങ്ങളെ ഞാൻ മനസ്സിലാക്കാഞ്ഞിട്ടൊന്നുമല്ല. എന്നേക്കാൾ കൂടുതൽ പരിഗണന മറ്റുള്ളവർക്ക് അനന്തുവേട്ടൻ കൊടുക്കുമ്പോൾ അതൊരിക്കലും എനിക്ക് സഹിക്കാനാവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും അറിയാതെ പൊട്ടിത്തെറിച്ചു പോകുന്നത്. നമുക്കിടയിൽ നമ്മൾ മാത്രം മതിയെന്ന ഞാൻ എപ്പോഴും സ്വപ്നം കണ്ടിട്ടുള്ളൂ. അവിടേക്ക് മറ്റാരും കടന്നു വരുന്നത് എനിക്കിഷ്ടമല്ല. നിങ്ങൾ എൻ്റെയാ, എന്നെ മാത്രമേ നിങ്ങൾ സ്നേഹിക്കാൻ പാടുള്ളൂ. കുഞ്ഞിലേ ഞാൻ അങ്ങനെയെല്ലാം ആഗ്രഹിച്ചു പോയി, മനസ്സിൽ കൊത്തിവെച്ച് പോയി.
ഇനി അതൊന്നും അത്ര പെട്ടെന്ന് മായ്ച്ചു കളയാൻ എനിക്ക് സാധിക്കില്ല അനന്തുവേട്ടാ. നമ്മുടെ വിവാഹം കഴിയുന്നതോടെ എല്ലാം ശരിയാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ ഭദ്രയുടെ ആഗ്രഹങ്ങളൊന്നും ഇതുവരെ നടക്കാതിരുന്നിട്ടില്ല അനന്തുവേട്ടാ. അവനെ നോക്കി അവൾ അത് പറയുമ്പോൾ ആ കണ്ണുകളിൽ തെളിഞ്ഞ വാശിയുടെ ചൂട് അവൻ്റെ മനസ്സിനെയും അറിയാതെയൊന്ന് ചൂട് പിടിപ്പിച്ചു. അനന്തുവിൻ്റെ അരികിൽ നിന്നും മുഖം വീർപ്പിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന ഭദ്രയെ കണ്ടാണ് അച്ചു അവിടേക്ക് കയറി വന്നത്. അവളെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവൻ അവൻ്റെ അടുത്തേക്ക് നടന്നു വരുമ്പോൾ അനന്തുവിൻ്റെ മുഖത്തും ഒരു നീരസം പ്രകടമായിരുന്നു. ഓ, അപ്പോഴേക്ക് നിങ്ങൾ വീണ്ടും പിണങ്ങിയോ? എന്താടാ ഇത്? നിങ്ങൾ തമ്മിലുള്ള വഴക്കും പിണക്കൊക്കെ ഇനി അവസാനിപ്പിക്കാറായിട്ടില്ലേ? ഒരുമാതിരി കൊച്ചു പിള്ളേരെ പോലെ മിണ്ടിയില്ല നോക്കിയില്ല എന്നൊക്കെ പറഞ്ഞ് തല്ലുകൂടാൻ നിനക്കൊന്നും നാണമില്ലടാ അനന്തുവേ. അതെന്നോടല്ല, അവളോട് ചെന്ന് ചോദിക്കുക അച്ചുവേട്ടൻ. അവൾക്കല്ലേ അങ്ങനെയുള്ള പരാതിയൊക്കെ? കുഞ്ഞുനാൾ തൊട്ട് തുടങ്ങിയതാണല്ലോ അവളുടെ ഈ പരാതിയും പരിഭവമൊക്കെ. പോട്ടടാ, അതൊക്കെ നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ അവൾ അങ്ങനെ പറയുന്നത്. ആ, അതെ അതെ. ഇങ്ങനെ ഏത് സമയവും എന്നെ സ്നേഹിക്കണം, എന്നെ വിളിക്കണം എന്നൊക്കെ പറയുന്നതാണോ അവൾക്ക് എന്നോടുള്ള സ്നേഹം? നമ്മുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴല്ലേ ഏട്ടാ അവിടെ സ്നേഹം ഉണ്ടാകുന്നത്. എന്നാൽ എൻ്റെ ഈ ജീവിതത്തിൽ അതൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നേ ഇല്ല അച്ചുവേട്ടാ. പണ്ടെങ്ങോ നിങ്ങളൊക്കെ പറഞ്ഞു വെച്ചൊരു വാക്കിൻ്റെ പുറത്ത് നടക്കാൻ പോകുന്ന ഈ വിവാഹത്തിൻ്റെ അവസാനം എന്താകുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല. ഏതായാലും എൻ്റെ ജീവിതത്തിൽ അതൊരു ദുരിതമാകാതിരുന്നാൽ മാത്രം മതിയായിരുന്നു. അച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവനത് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും തിരിച്ചു പോകുമ്പോൾ അശോകനാരായണൻ എന്ന ആ ഏട്ടൻ്റെ മനസ്സും ആകപ്പാടെ കലങ്ങി മറിയാൻ തുടങ്ങിയിരുന്നു. അവളെ ഇവിടെ എത്തിച്ചത് ആരാണെന്ന് വല്ല ഊഹമുണ്ടോ ആനന്ദം? കള്ള് മോന്തി കുടിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അഴകേശൻ ആനന്ദത്തിനോട് ആ ചോദ്യം ചോദിച്ചത്. ഇല്ല ആങ്ങളെ, അതാരാണെന്ന് ചോദിച്ചപ്പോൾ അവളെ അയാൾ രക്ഷിച്ചു കൊണ്ടുവന്നതാണെന്ന് മാത്രമാണ് പറഞ്ഞത്. കൂടുതലൊന്നും ചോദിക്കാൻ ഞാനും പിന്നീട് മെനക്കെട്ടില്ല. എന്തായാലും പെണ്ണിവിടെ എത്തിയല്ലോ ആങ്ങളെ, ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാലോ. ഇതുവരെ അവൾക്ക് സംശയമൊന്നും തോന്നിയിട്ടില്ലല്ലോ ആനന്ദം? പതുക്കെ പറ. ആ പെണ്ണിന് നല്ല കേൾവി ശക്തിയാ. ചിലപ്പോൾ ഉറക്കം നടിച്ച പോലെ കിടക്കുന്നുണ്ടാകും അവിടെ, നമ്മൾ എന്തൊക്കെയാ പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടി. തൽക്കാലം നീ കുറച്ചൊക്കെ സ്നേഹം കാട്ടിക്കുക അവളോട്. ഒന്നുമില്ലെങ്കിലും പൊന്മുട്ടയിടാൻ പോകുന്ന ഒരു താറാവല്ലേ അവള്. അവൾ കാരണം നമുക്ക് കിട്ടാൻ പോകുന്നത് ലക്ഷങ്ങളാണെന്ന് നമുക്കല്ലേ അറിയൂ. അയാൾ ചുണ്ടിലൊരു പുഞ്ചിരി വിടർത്തിക്കൊണ്ട് ആനന്ദത്തോട് അത് പറയുമ്പോൾ അവരും പതുങ്ങിയൊന്ന് ചിരിച്ചു കാണിച്ചു. അതൊക്കെ ശരി തന്നെയാ, പക്ഷേ ആങ്ങളെ പറഞ്ഞു വെച്ചത് നോക്കിയാ ഇനിയും അതൊക്കെ നടക്കുമോ? പിന്നെ നടക്കാതെ? അതൊക്കെ നടത്താനല്ലേ ഞാൻ ഇനി ശ്രമം തുടങ്ങുന്നത്. അതുവരെ അവളെ നീ കാര്യമായി തന്നെ ശ്രദ്ധിക്കണം. ഇനിയും അവൾ നമ്മുടെ പിടിവിട്ടു പോയാൽ ആ വിക്രം എന്നെ തുണ്ടു തുണ്ടാക്കി കൊത്തിയെരിഞ്ഞ് കഴുകന്മാർക്ക് ഇട്ടുകൊടുക്കും. അതേക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് എനിക്കല്പം പേടി തോന്നുന്നത്. അയാൾ പതിഞ്ഞ ശബ്ദത്തിൽ ആനന്ദത്തിനോട് അത് പറയുമ്പോൾ അവരുടെ കണ്ണുകളിലും നേരിയ ഭയത്തിൻ്റെ നിഴൽ പ്രതിഫലിച്ചു വന്നിരുന്നു. ബസ് സ്റ്റാൻഡിന് മുൻപിൽ ബൈക്ക് നിർത്തിയിട്ട് അതിനെ ചാരി നിൽപ്പുറപ്പിച്ചവൻ കുറച്ചു നേരമായി ഇടവും വലവും നോക്കാൻ തുടങ്ങിയിട്ട്. സ്റ്റാൻഡിലേക്ക് കയറുന്ന ഓരോ ബസ്സിനെയും വീക്ഷിച്ചുകൊണ്ട് അവൻ വരുണിനെ പ്രതീക്ഷയോടെ നോക്കുന്നതിനിടയിലാണ് പെട്ടെന്നൊരാൾ സീറ്റിൽ നിന്ന് തലപുറത്തേക്കിട്ട് കൈവീശി കാണിച്ചത്. എടാ ആനന്ദു, എടാ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അവനെ കണ്ട സന്തോഷത്തിൽ ഉറക്കെ വിളിച്ചു പറയുന്ന വരുണിനെ കണ്ടപാടെ അനന്തുവിൻ്റെ മുഖത്തെ സന്തോഷത്തിനും അതിരുകൾ ഉണ്ടായിരുന്നില്ല. തൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതിയെ ഏറെ നാളുകൾക്ക് ശേഷം കണ്ടു എന്ന ആഹ്ലാദം പ്രകടിപ്പിക്കാനായി അവനും അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. നിന്ന് കൈവീശി കാണിക്കാതെ മര്യാദയ്ക്ക് വേഗം ഇറങ്ങി വാടാ ഇങ്ങോട്ട്. നിർത്തിയിട്ട ബസ്സിൻ്റെ ഡോറിൽ തട്ടി വിളിച്ചവൻ പറയുന്നത് കേട്ട് വരുൺ വേഗം ബാഗ് എടുത്ത് പുറത്തേക്ക് ചാടി. തമ്മിൽ കണ്ട ഉടനെ ഇരുവരും പരസ്പരം കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കുവയ്ക്കുമ്പോൾ ആ സന്തോഷത്തിൽ അവർ അല്പനേരം മതിമറന്നു നിന്നു. പിന്നെ പെട്ടെന്ന് തന്നെ അവനിൽ നിന്നും അടർന്നു മാറി വരുൺ അവനെ മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞു നോക്കി. കുറച്ച് ദിവസം ഞാൻ ഇവിടെ നിന്ന് വിട്ടു നിന്നപ്പോഴേക്കും നീ ആകെ മൊത്തത്തിലൊന്ന് സുന്ദരനായിട്ടുണ്ടല്ലോടാ. എന്താ നിന്റെ കല്യാണം അടുത്തോണ്ടാണോടാ ഈ പുതിയൊരു തിളക്കവും തുടുപ്പൊക്കെ തോന്നുന്നത്? ഒന്ന് പോടാ അവിടുന്ന്. അവൻ്റെ ഒരു ഓഞ്ഞ കണ്ടുപിടുത്തം. എടാ, അല്പം മനസാക്ഷി എന്നൊന്നും ഉണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെ ഒരു പോക്ക് പോകില്ലായിരുന്നല്ലോ. ഒന്ന് വിളിച്ചാലോ അവൻ ഫോൺ എടുക്കില്ല, തിരിച്ച് വിളിക്കത്തുമില്ല. ഇതിന് മാത്രം എന്ത് തിരക്കായിരുന്നടാ നിനക്കവിടെ? ആനന്ദു കണ്ണുരുട്ടിക്കൊണ്ട് അവനോടത് ചോദിക്കുമ്പോൾ വരുൺ അവൻ്റെ മുഖത്തേക്ക് നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. നീയൊന്ന് അടങ്ങ് സഖാവേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നീ വിചാരിച്ചതുപോലെ എനിക്കത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ചെറിയൊരു തിരക്കിൽ ഞാൻ പെട്ടുപോവുകയും ചെയ്തു. അതൊക്കെ നിന്നെ കൂടി അറിയിച്ചിട്ട് എന്തിനാ വെറുതെ വിഷമിപ്പിക്കുന്നതെന്ന് കരുതി.
വിഷമോ? എന്ത് വിഷമം? നീ കാര്യം തെളിച്ചു പറ വരുണേ. എടാ, അമ്മയൊന്ന് ബാത്റൂമിൽ കാല് തെന്നി വീണിരുന്നു. അമ്മയ്ക്ക് കുറച്ച് ദിവസത്തെ റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ കൂട്ടുനിൽക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. എങ്കിൽ പിന്നെ അക്കാര്യം ഞാൻ തന്നെ ഏറ്റെടുക്കാമെന്ന് കരുതിയ ഇത്രയും ദിവസം അമ്മയ്ക്കടുത്ത് ഞാൻ നിന്നത്. ഇപ്പം എല്ലാം ഏകദേശം ഓക്കെ ആയടാ. വളരെ ലാഘവത്തോടെ അവനത് പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോഴേക്കും അനന്ത് അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. ഇതായിരുന്നോടാ നിന്റെ നിസ്സാര കാര്യം? ഇത്രയും വലിയൊരു കാര്യം സംഭവിച്ചിട്ട് നിനക്കൊന്ന് എന്നെ അറിയിക്കാൻ പോലും തോന്നിയില്ലല്ലോടാ മഹാപാപി. നീയൊക്കെ ശരിക്കും ഒരു ഫ്രണ്ട് തന്നെയാണോടാ? എടാ വേണ്ട, നീ ഇനി ഒന്നും പറയണ്ട. എടാ വരുണേ, നിന്റെ അമ്മയെന്ന് വെച്ചാൽ അത് എനിക്കും അങ്ങനെ തന്നെയല്ലടാ. ആ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ആപത്തുണ്ടായാൽ അത് എന്നെ കൂടെ ഒന്ന് അറിയിക്കേണ്ടടാ. അങ്ങനെയല്ല അനന്തു, നീ കരുതും പോലെ അമ്മയ്ക്ക് അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കൂട്ടിന് അവിടെ ചേച്ചിയും വന്നിട്ടുണ്ട്. പിന്നെ ഈ വിവരം പറയാൻ നിന്നെ ഞാൻ പലതവണ വിളിച്ചു നോക്കിയിരുന്നു. എന്നാൽ അപ്പോഴേക്കും നിന്റെ ഫോൺ ഔട്ട് ഓഫ് കവറേജ് ആയിരുന്നു. സംശയം തോന്നി ഞാൻ അച്ചുവേട്ടനെ വിളിച്ചപ്പോഴാണ് കാര്യങ്ങളെല്ലാം അറിഞ്ഞത്. നീ ഏതോ ഒരു പെൺകുട്ടിയെ രക്ഷിച്ചുകൊണ്ട് വന്നെന്നും അതിൻ്റെ ചില ടെൻഷനിലായിരുന്നെന്നും ഒക്കെ അറിഞ്ഞപ്പോൾ എല്ലാം ഒന്ന് കെട്ടടങ്ങട്ടെ എന്ന് ഞാനും കരുതി. ശരിക്കും സത്യത്തിൽ എന്തൊക്കെയാണ് അവിടെ നടന്നത്? ഏതായിരുന്നു ആ പെൺകുട്ടി? അതേക്കുറിച്ചൊക്കെ ഞാൻ നിന്നോട് വഴിയെ പറയാം. ഇപ്പം ഏതായാലും നീ എൻ്റെ കൂടെ വരാൻ നോക്ക്. അവനതും പറഞ്ഞുകൊണ്ട് വരുണിനെയും കൂട്ടി തൻ്റെ ബൈക്കിനടുത്തേക്ക് ചെന്നു. ചാവി തിരിച്ച് അവനെയും പിറകിലെത്തി ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഒരുങ്ങുന്നതിനിടയിലാണ് പെട്ടെന്ന് അനന്തു അവിടെ വെച്ച് അവളെ വീണ്ടും കണ്ടത്. വിടർന്ന താമരപ്പൂക്കളെല്ലാം കുട്ടയിലാക്കി കടക്കാരനോട് സംസാരിച്ചുകൊണ്ട് ധാവണി എടുത്തു നിൽക്കുന്ന ആ പെണ്ണിനെ കണ്ട ഉടൻ അനന്തുവിൻ്റെ കണ്ണും മനസ്സും അവളുടെ അടുത്തേക്ക് ചെല്ലാൻ വെമ്പി തുടങ്ങിയിരുന്നു. അപ്പോഴാണ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടും മുന്നോട്ട് പോകാത്തത് കണ്ട് പിറകിലിരിക്കുന്ന വരുൺ സംശയത്തോടെ അവനെ ഒന്ന് വിളിച്ചത്. എടാ അനന്തു, നീ എന്താ വണ്ടി എടുക്കാത്തേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോടാ? ആ, ഒരു ചെറിയ പ്രശ്നമുണ്ട് വരുണേ. നീ ഒന്ന് വേഗം ഇറങ്ങിക്കേ. എനിക്കിവിടെ ഒരാളെ കാണാനുണ്ട്. അവനത് പറഞ്ഞു തീർന്ന ഉടൻ വരുൺ പിറകിൽ നിന്നും വേഗം ഇറങ്ങിക്കൊടുത്തു. പിന്നെ വണ്ടി അവനെ ഏൽപ്പിച്ച ധൃതിയോടെ അനന്തു അവൾക്കരികിലേക്ക് എത്താനായി നടന്നു പോകുന്നത് കണ്ടപ്പോൾ വരുൺ അവനെ തന്നെ സംശയത്തോടെ കണ്ണെടുക്കാതെ ഒന്ന് നോക്കി നിന്നു. ഇവൻ ഇതെന്താ പറ്റിയേ? ആരെ കാണാനാ ഇവൻ ഇത്രയും തിടുക്കം കാണിച്ച് ഓടുന്നത്? അനന്ത് പോയ ദിശയിലേക്ക് അവൻ നോക്കിക്കൊണ്ട് പറഞ്ഞു. റോഡ് ക്രോസ് ചെയ്ത് അനന്തു അവൾ നിൽക്കുന്നിടത്തേക്ക് എത്തിയപ്പോഴേക്കും വേദ അവിടെ നിന്നും പതുക്കെ നടന്നു തുടങ്ങിയിരുന്നതാണ് അവൻ കണ്ടത്. വേദേ! ആവേശത്തോടെയുള്ള അവൻ്റെ വിളി കേട്ടപ്പോഴേക്കും പെട്ടെന്ന് അവളൊന്ന് തിരിഞ്ഞു നോക്കി. തൻ്റെ നേരെ നടന്നെടുക്കുന്ന അനന്തു സാറിനെ അവിടെ വെച്ച് കണ്ടതിൻ്റെ ആശ്ചര്യത്തിൽ അവൾ അറിയാതെ അവിടെ നിന്നു പോവുകയായിരുന്നു. അവളെ കണ്ട സന്തോഷം മുഖത്തും മനസ്സിലും പ്രകടമായതുകൊണ്ടാകാം അവൻ്റെ ചിരിയിലും പുള്ളി വോൾട്ടേജ് കത്തി നിന്നിരുന്നു. വേദേ, താൻ എന്താടോ ഇവിടെ? അനന്തു സാർ എങ്ങനെയാ ഇവിടെ? രണ്ടുപേരുടെയും ചോദ്യം ഒന്നായപ്പോൾ അവർ പരസ്പരം നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. എൻ്റെ ഫ്രണ്ട് വരുണിനെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നതാ ഞാൻ. അപ്പോഴാ പോകാൻ നേരത്ത് തന്നെ ഞാൻ കണ്ടത്. അല്ല, ഇതെന്താ കുട്ടയിൽ പൂവൊക്കെയായി? തനിക്കെന്താ പൂക്കച്ചവടം വല്ലതുണ്ടോ? അതെ, അവൾ പതിയൊന്ന് മൂളിക്കൊടുത്തു. താൻ ചുമ്മാ തമാശ പറയല്ലോ? അയ്യോ അല്ല സാർ, ഞങ്ങളുടെ വീടിനടുത്തൊരു വലിയ കുളമുണ്ട്. കുളത്തിൽ നിറയെ താമരപ്പൂക്കളുണ്ട്. ഇപ്പോൾ താമരപ്പൂക്കളുടെ സീസണാണല്ലോ. കുളത്തിൽ നിറയെ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ തന്നെ എന്ത് രസമാണെന്നറിയോ? പറിച്ചെടുക്കാൻ തന്നെ തോന്നില്ല. ആഹാ, എന്നിട്ടാണോ താൻ ഇതൊക്കെ പറിച്ചെടുത്ത് വിറ്റ് കാശാക്കുന്നത്? ഇഷ്ടമുണ്ടായിട്ടല്ല, വേറെ വഴിയില്ലഞ്ഞിട്ടാ. ഇത് വിറ്റ് കിട്ടുന്നതൊക്കെ ചിറ്റയ്ക്ക് കൊടുക്കണം. കുളത്തിൽ പൂക്കളെല്ലാം വിരിഞ്ഞു നിൽക്കുന്നത് കണ്ടാൽ ചിറ്റയ്ക്ക് പിന്നെ ഒരിക്കലും ഇരിപ്പുറയ്ക്കാറില്ല. എത്രയും പെട്ടെന്ന് അത് വിറ്റ് കാശാക്കണമെന്ന് മാത്രമേ ചിന്തയുള്ളൂ. പിന്നെ എന്നെ നോക്കിയ കണക്ക് ഇടയ്ക്കും മുറയ്ക്കും ഓർമ്മിപ്പിക്കുന്നത് കാരണം ഇങ്ങനെയെങ്കിലും അതൊന്ന് വീട്ടാൻ കഴിയുന്നുണ്ടല്ലോ എന്ന ആശ്വാസം കൂടി ഇതിനുണ്ടെന്ന് കൂട്ടിക്കോളൂ സാർ. വാക്കുകളിൽ നിരാശ കലർത്തിയ ഭാവത്തോടെ അവൾ അത് പറഞ്ഞു തീരുന്നതിന് മുമ്പേ പെട്ടെന്ന് അവൻ തൻ്റെ പോക്കറ്റിൽ കിടന്ന പേഴ്സിൽ നിന്നും കുറച്ച് കാശെടുത്ത് അവൾക്ക് നേരെ സ്നേഹത്തോടെ നീട്ടിക്കൊടുത്തു. സംശയത്തോടെ അവൾ അന്നേരം ആ പണത്തെയും അവനെയും മാറി മാറിയൊന്ന് നോക്കി. മടിക്കേണ്ട, താനിത് വാങ്ങിച്ചോളൂ. ഇതെൻ്റെ ഒരു സന്തോഷത്തിന് തരുവാണെന്ന് കൂട്ടിയാൽ മതി. എന്തിന് സാർ? എനിക്കെന്തിനാ ഇത്രയും പണമൊക്കെ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആര് പറഞ്ഞ ആവശ്യമില്ലെന്ന്? എടോ, പണത്തിന് എല്ലാവർക്കും ഇവിടെ ആവശ്യമുണ്ട്. പക്ഷേ ആവശ്യങ്ങളൊക്കെ പലതാണെന്ന് മാത്രം. ഞാനിത് തരുന്നത് തനിക്കെന്തെങ്കിലും കാര്യങ്ങൾക്ക് ഉപകരിക്കുമല്ലോ എന്ന് കരുതിയാണ്. അതുകൊണ്ട് മടിച്ചു നിൽക്കാതെ ഇത് വാങ്ങിക്കാൻ നോക്ക് വേദേ. പിന്നെ തനിക്ക് എന്താവശ്യമുണ്ടെങ്കിലും അതെന്നെ അറിയിക്കാനും മടിക്കണ്ട. തൻ്റെ നേർക്കുള്ള ആനന്ദ് സാറിൻ്റെ കെയറിങ്ങും പരിഗണനയെല്ലാം കണ്ടറിഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ അറിയാതെ ഈറനണിഞ്ഞു.
നിറകണ്ണുകളോടെ ആ നിമിഷം അവൾ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. ഇതൊന്നും എനിക്ക് വേണ്ട സാർ. ഈ പണത്തെക്കാളെല്ലാം ഉപരി സാറിപ്പോൾ എന്നോട് പറഞ്ഞ ആ വാക്കില്ലേ, എന്താവശ്യമുണ്ടെങ്കിലും പറയാൻ മടിക്കരുതെന്ന്. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായി. ഇതുവരെ ഇങ്ങനെയൊന്നും പറയാൻ എനിക്ക് ആരും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ നിമിഷം ആരൊക്കെ എൻ്റെ കൂടെ ഉണ്ടെന്നൊരു തോന്നൽ അനുഭവപ്പെട്ടതുപോലെയാ. പെട്ടെന്ന് അവളുടെ സംസാരം മറ്റെവിടേക്കോ വഴുതി പോവുകയാണെന്ന നടുക്കത്തോടെ അവൾ വേഗം കണ്ണുകൾ അമർത്തി തുളച്ച് അവനിൽ നിന്ന് മുഖം തിരിഞ്ഞു നിന്നു. ഈശ്വര, ഞാനിത് എന്തൊക്കെയായി പറഞ്ഞു കൂട്ടുന്നത്? അനന്ത് സാർ ഇപ്പോൾ തന്നെക്കുറിച്ച് എന്തൊക്കെയാണ് കരുതിയിട്ടുണ്ടാവുക? പറഞ്ഞു പോയതെല്ലാം അബദ്ധമായെന്ന ധാരണയിൽ അവൾ തിരിഞ്ഞു നിൽക്കുമ്പോഴും അനന്ത് ആ നിൽപ്പ് ആസ്വദിച്ചുകൊണ്ട് അവളുടെ മുൻപിലേക്ക് തന്നെ കയറി നിന്നു. എങ്കിൽ ശരി, തൻ്റെ ഇഷ്ടം അതാണെങ്കിൽ ഞാനിനി കൂടുതൽ നിർബന്ധിക്കുന്നില്ല. പകരം ഈ വിസിറ്റിംഗ് കാർഡ് താൻ കയ്യിൽ വെച്ചോളൂ. ഇതിലെൻ്റെ നമ്പറുണ്ട്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആവശ്യമുണ്ടെങ്കിലും തനിക്ക് എന്നെ വിളിക്കാം. അവൻ പറയുന്നത് കേട്ട് അവൾ അനുസരണയോടെ അത് കൈനീട്ടി വാങ്ങിച്ചു. ആ വ്യക്തിയെയും കാർഡിലേക്കും വെറുതെ ഒന്ന് കണ്ണോടിച്ച് നോക്കി നിൽക്കുന്നതിനിടയിലാണ് പരിചിതമായ ഒരു വണ്ടിയുടെ ഹോണടി ശബ്ദം അവളെ പെട്ടെന്ന് ഞെട്ടിപ്പിച്ചു നിർത്തിയത്. തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ചിറ്റയുടെ ആങ്ങളയായ അഴകേശിൻ്റെ വണ്ടി തൻ്റെ പിറകിൽ വന്ന് നിൽക്കുന്നത് അവൾ കണ്ടത്. ആ തിരിച്ചറിവിൽ വേദൊരൽപ്പം ഭയത്തോടെ അനന്തുവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. അതാരാ? അത് ചിറ്റയുടെ ഒരേ ഒരു സഹോദരനാ, പേര് അഴകേശൻ. ചിറ്റയ്ക്ക് ആകെ കൂടിയുള്ള ബന്ധവും സഹായമൊക്കെ അയാളാണ്. പക്ഷേ എനിക്ക് അയാളെ പേടിയാ. അതെന്തിന്? അറിയില്ല. അന്ന് ഇയാളാ എന്നെ ചെന്നൈയിലേക്ക് ജോലി ആവശ്യത്തിനെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയത്. ഓഹോ, അത് ഇയാളായിരുന്നോ? വേദയുടെ സംസാരം കേട്ടതിൻ്റെ തിളപ്പിൽ അനന്ത് മുണ്ടുമടക്കി കുത്തിക്കൊണ്ട് അയാളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. തൻ്റെ നേർക്ക് തിരിഞ്ഞു നിൽക്കുന്ന വേദയെയും അനന്തുവിനെയും കണ്ട കലിയോടെ വായിലുള്ള മുറുക്കാനെല്ലാം കാർക്കിച്ച് തുപ്പിക്കൊണ്ട് വേഗത്തിൽ അയാൾ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. പിന്നെ അവർക്ക് നേരെ നടന്നെടുത്തു. അനന്തുവിനെ മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞു നോക്കിയ ശേഷം അയാൾ വീണ്ടും ചവച്ച് തുപ്പിക്കൊണ്ട് അവളോട് ചോദിച്ചു, ഏതാടി ഇവൻ? വന്നു വന്ന് നിനക്കിപ്പോൾ പരിചയക്കാരൊക്കെ കുറേ ആയി തുടങ്ങിയല്ലോ. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയാണല്ലേ നീ ഒരുങ്ങിക്കെട്ടി കാലത്തെ പൂക്കച്ചവടത്തിനെന്നും പറഞ്ഞു വരുന്നത് അല്ലേടി? അയാളുടെ അട്ടഹാസത്തിൽ ഞെട്ടിവരച്ചുകൊണ്ട് വേദ അല്പമൊന്ന് പതുങ്ങി. ചെന്ന് വണ്ടി കയറ്. നടന്നു പോയ ഇതുപോലുള്ള പൂവാല ശല്യങ്ങൾ ഇനിയും നിനക്ക് കൂടത്തേ ഉള്ളൂ. അതുകൊണ്ട് നിന്നെ ഞാൻ കൊണ്ടുവിടാം. ചെന്ന് വണ്ടി കയറ്. നടന്നു പോയാൽ ഇതുപോലുള്ള പൂവാല ശല്യങ്ങൾ ഇനിയും നിനക്ക് കൂടത്തേ ഉള്ളൂ. അതുകൊണ്ട് നിന്നെ ഞാൻ കൊണ്ടുവിടാം. അയാൾ ചിരി തുടച്ചുകൊണ്ട് അവനൊന്ന് അർത്ഥം വെച്ച് നോക്കി. അപ്പോഴേക്കും വേദ അനുസരണയോടെ അയാളുടെ വണ്ടിക്കകത്തേക്ക് കയറി കഴിഞ്ഞിരുന്നു. നീ ആരാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. എന്നാൽ അവളുടെ പിറകെ ഇങ്ങനെ നടക്കാൻ വല്ല ഉദ്ദേശമുണ്ടെങ്കിൽ അതങ്ങ് ഉപേക്ഷിക്കുന്നത് നല്ലതാ. ചുമ്മാതെന്തിനാ ഈ തടി കേടാക്കുന്നത്? കണ്ണുരുട്ടിക്കൊണ്ടയാൾ അവൻ്റെ ചുമലിൽ തട്ടിക്കൊണ്ട് അത് പറയുമ്പോൾ ആ മുഖത്ത് വീണ്ടും ഒരു പുച്ഛഭാവം തെളിഞ്ഞിരുന്നു. തിരിച്ചയാൾ വീണ്ടും വണ്ടിയിലേക്ക് തന്നെ കയറിയിരുന്നപ്പോഴും അനന്തു അയാളെ തറപ്പിച്ചു നോക്കിയതല്ലാതെ മറ്റൊന്നും പറയാൻ ശ്രമിച്ചില്ല. ആ വണ്ടി അവൻ്റെ മുൻപിലൂടെ കടന്നു പോകുമ്പോൾ വേദയുടെ നിസ്സഹായത നിറഞ്ഞ നോട്ടം അവൻ്റെ മനസ്സിനെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്നത് പോലെ തോന്നി. വണ്ടിക്കരികിൽ കാവൽ നിന്നും അടുത്ത ശേഷം താടിയിൽ കൈയും കുത്തിപ്പിടിച്ചിരിക്കുന്നതിനിടെയാണ് അനന്തു അവിടേക്ക് നടന്നെടുക്കുന്നത് വരുൺ ശ്രദ്ധിച്ചത്. പോയതുപോലുള്ള സന്തോഷം തിരിച്ചാ വരവിൽ കാണാതായപ്പോൾ വരുണിന് ചില സംശയങ്ങളൊക്കെ തോന്നിയിരുന്നു. അനന്തു അടുത്തേക്ക് എത്തിയതും ഒന്നും പറയാതെ വേഗം ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോഴും ഒന്നും മനസ്സിലാവാതെ വരുൺ അവനെ തന്നെയൊന്ന് കൂർപ്പിച്ചു നോക്കി. ആ നോട്ടത്തിനർത്ഥം മനസ്സിലാക്കിയിട്ടും അത് മുഖത്ത് പ്രകടമാക്കാതെ മുഖം കയറ്റിപ്പിടിച്ച് അവൻ്റെ നേർക്കൊരു ചാട്ടായിരുന്നു അനന്തു. നീ എന്ത് കാണാൻ ഇങ്ങനെ കുന്തം വിഴുങ്ങി പോലെ നിൽക്കുന്നത്? വേഗം വന്ന് വണ്ടി കയറുന്നുണ്ടോ? കൂട്ടുകാരൻ്റെ പ്രതികരണം കണ്ട ഷോക്കിൽ വരുൺ ചോദിക്കാനുള്ള കാര്യങ്ങളെല്ലാം അപ്പാടെ വിഴുങ്ങിക്കളയുകയായിരുന്നു. പിന്നെ ഒന്നിനും മെനക്കെട്ടില്ല. അനുസരണയോടെ വേഗം വണ്ടിയുടെ പിറകിലേക്ക് ചെന്നിരുന്നു. ഉടനെ തന്നെ ആ ബൈക്ക് അവനെ ഇരുത്തിക്കൊണ്ട് അവിടെ നിന്നും പറപ്പിച്ച് വിടുകയായിരുന്നു. അഴകേശിൻ്റെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ശ്വാസം തിരിച്ചു കിട്ടിയ അവസ്ഥയായിരുന്നു വേദയ്ക്ക്. കുട്ടയെല്ലാം പുറത്തു വെച്ച് ഉള്ളിലേക്ക് ഓടിക്കയറുന്നത് കണ്ടാണ് ആനന്ദവല്ലി അവൾക്കരികിലേക്ക് വന്ന് അവളെ തടഞ്ഞത്. നില്ലേ, ഇതെവിടേക്ക് എങ്ങനെ കയറൂരി വിട്ട പോലെ ഓടുന്നത്? പൂവിറ്റ് കിട്ടിയ കാശൊക്കെ നീ എന്തോ ചെയ്തു? അതൊക്കെ ഇനി എവിടെയെങ്കിലും കളഞ്ഞിട്ടാണോ ഇങ്ങനെ മുഖം വീർപ്പിച്ച് ഓടി വന്നിരിക്കുന്നത്? അയ്യോ അല്ല ചിറ്റേ, ഇതിൽ മുഴുവനും ഉണ്ട്. 1 രൂപ പോലും ഞാൻ കളഞ്ഞിട്ടില്ല.
കയ്യിലുണ്ടായിരുന്ന മടക്കിയ നോട്ടുകളെല്ലാം അവർക്ക് മുന്നിലേക്ക് നീട്ടിപ്പിടിച്ച് അവൾ അത് പറയുമ്പോൾ ആനന്ദത്തിൻ്റെ കണ്ണുകൾ ആർത്തിയോടെ അതെല്ലാം വേഗം പിടിച്ചു വാങ്ങുകയായിരുന്നു. കണ്ണു തുറപ്പിച്ച് നോട്ടുകൾ ഓരോന്നും എണ്ണി തുടങ്ങുന്നതിനിടയിലാണ് ആനന്ദത്തിൻ്റെ മകൾ നീലിമയും അവിടേക്ക് വന്നു കയറിയത്. അമ്മയുടെ കയ്യിലുള്ള പൈസയെല്ലാം കണ്ട ഉടനെ അവളുടെ കണ്ണുകളിലെ തിളക്കവും ഒന്നുകൂടി വർദ്ധിച്ചു. ഒരു കള്ളച്ചിരിയോടെ അമ്മയിൽ നിന്നും കുറച്ചു രൂപ സൂത്രത്തിൽ തട്ടിയെടുത്തവൾ അതിൻ്റെ ഗന്ധം ആവോളൊന്ന് ആസ്വദിച്ചു നിന്നു. ഈ നോട്ടിൻ്റെ മണം ഒന്ന് വേറെ തന്നെയാ അല്ലേ അമ്മേ? ഇത് ഞാൻ എടുത്തോട്ടെ അമ്മേ, പ്ലീസ്. എനിക്ക് നല്ലൊരു ചുരിദാർ വാങ്ങിക്കണമെന്ന് കരുതിയിട്ട് കുറേ നാളായി. നീലിമ അവളുടെ ആഗ്രഹം പ്രകടിപ്പിച്ചത് കണ്ട് ആനന്ദവല്ലി അവളുടെ നെറുകിൽ വാത്സല്യത്തോടൊന്ന് തഴുകി. ശരിയെന്ന അർത്ഥത്തിൽ അവർ തലയാട്ടി സമ്മതം അറിയിക്കുകയും ചെയ്തു. അപ്പോഴും ഇതെല്ലാം നോക്കിയും കണ്ടു നിന്നിരുന്ന വേദയുടെ മുഖത്ത് നിരാശയും സങ്കടവും മാത്രമാണ് ബാക്കിയായത്. താനും നീലിമയും പ്രായത്തിൽ 2 വയസ്സ് മാത്രമേ വ്യത്യാസമുള്ളൂ. എന്നിട്ട് പോലും തനിക്ക് എന്ത് വേണമെന്ന് ചിറ്റ ഒരിക്കൽ പോലും ചോദിച്ചിട്ടില്ല. താനും ഒരു പെൺകുട്ടിയല്ലേ, തനിക്കും ആഗ്രഹങ്ങളുണ്ടാവില്ലേ? താനിതൊക്കെ ആരോട് പറയാനാണ്? പറയാനും കേൾക്കാനുള്ള ആൾ തന്നെ തനിച്ചാക്കി നേരത്തെ മടങ്ങിയതുകൊണ്ട് വേദനകൾ മാത്രം തനിക്ക് കൂട്ടായി എപ്പോഴും കൂടെ നിന്നു. തൻ്റെ അച്ഛൻ വരുത്തിവെച്ച കടങ്ങളുടെ പേരിൽ വിഷമങ്ങൾ സഹിക്കേണ്ടി വരുന്നത് താൻ മാത്രമാണെങ്കിലും അതിൻ്റെ പങ്കു പറ്റാനോ പിടിച്ചു വലിക്കാനോ ആരും തന്നെ ഇതുവരെ വരാറില്ല. ഇതെല്ലാം തൻ്റെ വിധിയാണെന്ന് കരുതി മനസ്സിനെ പാകപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ധാവണിത്തുമ്പിൽ കെട്ടിവെച്ചിരുന്ന വിസിറ്റിംഗ് കാർഡ് അവൾ ശ്രദ്ധിച്ചത്. അതഴിച്ചെടുത്ത് ഉത്സാഹത്തോടെ അവൾ തുറന്നു നോക്കിയപ്പോൾ അനന്ത് സാർ തൻ്റെ നേർക്കത് നീട്ടിത്തരുമ്പോഴുള്ള ആ മുഖമാണ് പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നത്. അത്രയും സമയം അടക്കി നിർത്തിയ സങ്കടങ്ങളെല്ലാം പെട്ടെന്ന് അലിഞ്ഞില്ലാതാവുന്നത് പോലെ അവൾക്ക് തോന്നി. അകലെയാണെങ്കിലും സാറിൻ്റെ പരിഗണന താൻ തിരിച്ചറിയുന്നുണ്ടെന്നവൾ ആ നിമിഷം മനസ്സിലാക്കുകയായിരുന്നു. വിസിറ്റിംഗ് കാർഡിൽ നീല നിറത്തിൽ അച്ചടിച്ചു വെച്ച അനന്തനാരായണൻ എന്ന പേരിലൂടെ അവളുടെ കൈവിരലുകൾ ഓടിക്കളിക്കുമ്പോൾ ഭദ്രേച്ചി ഭാഗ്യം ചെയ്ത പെൺകുട്ടിയാണെന്നവൾ മനസ്സിലറിയാതെ ഉരുവിടുകയായിരുന്നു. വേദയെ കണ്ട നിമിഷം മുതൽ അനന്തുവിൻ്റെ മനസ്സിലും അവളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരുന്നു. കുട്ട പിടിച്ച് താമരപ്പൂക്കളുമായി നിൽക്കുന്ന ഒരു പാവം പെൺകുട്ടിയുടെ നിസ്സഹായതയെ അവൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചുകൊണ്ടേയിരുന്നു. പണത്തിന് ആവശ്യമുണ്ടായിരുന്നിട്ടും കൂടി താൻ നൽകിയ പണത്തെ സ്നേഹത്തോടെ നിരസിക്കാൻ കാണിച്ച അവളുടെ മനസ്സിനോട് അവനേറെ ബഹുമാനവും ഇഷ്ടവും തോന്നുകയായിരുന്നു ആ നിമിഷത്തിൽ.